പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഓരോ പ്രവാസികളിലും പ്രധാനപ്പെട്ട ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രവാസ ലോകത്തേക്ക് എത്തുമ്പോൾ അവിടെ ചിലവിടേണ്ടി വരുന്ന പണത്തെക്കുറിച്ചാണ്, അവിടെ വീടിന് വാടക കൊടുക്കുന്നതിനെയൊക്കെ കുറിച്ചാണ്. സമ്പാദിക്കുന്ന പണത്തിന്റെ പകുതിയിലധികം തുകയും അവിടെ തന്നെ ചിലവിടേണ്ടി വരുമല്ലോ എന്നുള്ള ആശങ്ക തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഇത് കഴിഞ്ഞ് ഈ ചിലവൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താണ് നാട്ടിലേക്ക് അയക്കുക എന്നൊക്കെയാണ് പല പ്രവാസികളും പലപ്പോഴും ആശങ്കപ്പെടുന്ന കാര്യം. എന്നാൽ ഇത്തരക്കാർക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു സുപ്രധാനപ്പെട്ട തീരുമാനമാണ് ഇപ്പോൾ സൗദിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാന നഗരമായിട്ടുള്ള റിയാദിലെ വർദ്ധിച്ചു വരുന്ന വിലയ്ക്കും വാടകയ്ക്കുമൊക്കെ തടയിട്ടുകൊണ്ടുള്ള ഒരു സമഗ്ര പരിഷ്കരണം ഇപ്പോൾ അവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. വടക്കൻ റിയാദിലെ ഭൂമി ഇടപാടുകളിലും വികസനത്തിനും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതുൾപ്പെടെ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ ആണ് ഇന്ന് ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ച് തീരുമാനമെടുത്ത രംഗത്തെത്തിയത്. സമീപ വർഷങ്ങളിലായി റിയാദിലെ ഭൂമി വിലയിലും വാടകയിലുമൊക്കെ ക്രമാതീതമായിട്ടുള്ള വർധനവ് ഉണ്ടായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഈ സാഹചര്യത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് സമഗ്രമായ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം രംഗത്തെത്തിയത്. നിരക്ക് വർധന സംബന്ധിച്ച് റിയാദ് നഗരത്തിന്റെ റോയൽ കമ്മീഷനും സാമ്പത്തിക വികസനകാര്യ കൗൺസിലും ചേർന്ന് നടത്തിയിട്ടുള്ള വിശദമായ പഠനത്തിന് ശേഷം പുതിയ തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്നാണ് വിവരം. സൗദി തലസ്ഥാനമായ റിയാദിലെ വിപണി നേരിടുന്ന വെല്ലുവിളികളും പഠന സംഘം വിലയിരുത്തിയിട്ടുണ്ട്. വടക്കൻ റിയാദിലെ ഇടപാടുകളിലും വികസന കാര്യങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതോടെ നിർദ്ദിഷ്ട പ്രദേശങ്ങളിലൊക്കെ ഭൂമി വിൽപ്പന, വാങ്ങൽ, വിഭജനം, ഉപവിഭജനം എന്നിവയൊക്കെ സാധ്യമായേക്കും. കെട്ടിട പെർമിറ്റുകളുടെ വിതരണവും ഉറപ്പാക്കുന്ന തരത്തിലാണ് തീരുമാനം. വടക്കൻ റിയാദിലെ 17 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശത്താണ് പുതിയ തീരുമാനം ബാധകമായി വരിക എന്ന് അറിയിച്ചിട്ടുണ്ട്. പടിഞ്ഞാറ് കിങ് ഖാലിദ് റോഡും പ്രിൻസ് മുഹമ്മദ് ബിൻ സാദ് റോഡും, തെക്ക് പ്രിൻസ് സൗദ് ബിൻ അബ്ദുള്ള ബിൻ ജലാവി റോഡും, വടക്ക് അസമ ബിൻ ദ മാലിക് സ്ട്രീറ്റും, കിഴക്ക് അൽ അറീഡ് ജില്ലയും അതിര് ഇടുന്ന സ്ഥലത്താണ് ഈ 17 ചതുരശ്ര കിലോമീറ്റർ വരുന്നത്. കൂടാതെ കിങ് സൽമാൻ റോഡിന്റെ വടക്കായിട്ടുള്ള 16.2 ചതുരശ്ര കിലോമീറ്റർ പ്രദേശവും പുതിയ പരിഷ്കരണത്തിന് കീഴിലേക്ക് വരും. നേരത്തെ ഇവിടുത്തെ 48.28 ചതുരശ്ര കിലോമീറ്ററിലെ നിയന്ത്രണങ്ങളൊക്കെ പിൻവലിച്ചിരുന്നു. ഇതോടെ വികസനത്തിനായി നിലവിൽ 81.48 ചതുരശ്ര കിലോമീറ്റർ ആണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിപണിയിലെ ആവശ്യകത അനുസരിച്ച് അടുത്ത 5 വർഷത്തിനുള്ളിൽ 10,000-നും 40,000-നും ഇടയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള റെസിഡൻഷ്യൽ പ്ലോട്ടുകൾ സജ്ജമാകുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള വായ്പ എടുത്ത് ഒഴികെ അടുത്ത 10 വർഷത്തേക്ക് ഭൂമി വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ പണയപ്പെടുത്തുന്നതിനോ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എങ്കിൽ ഭൂമി സർക്കാർ തിരിച്ചെടുത്ത് ഉടമയ്ക്ക് പണം തിരികെ നൽകുന്ന രീതിയിലാണ് പുതിയ നിയമം. വൈറ്റ് ലാൻഡ് ടാക്സ് നിയമത്തിലെ ഭേദഗതികൾ അടുത്ത 60 ദിവസത്തിനുള്ളിൽ വേഗത്തിൽ നടപ്പിലാക്കുക. ഭൂമി ഉടമയും വാടകക്കാരനും തമ്മിലുള്ള ബന്ധത്തിന്റെ സുതാര്യത ഉറപ്പാക്കൽ 90 ദിവസത്തിനുള്ളിൽ തന്നെ റെഗുലേറ്ററി നടപടികൾ പ്രാവർത്തികമാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെയാണ് പുതിയതായി പറഞ്ഞിരിക്കുന്നത്. റിയാദിലെ റിയൽ എസ്റ്റേറ്റ് നിരക്ക് അത് നിരീക്ഷിക്കാനും സുതാര്യതയും വിപണി സ്ഥിരതയും ഉറപ്പാക്കാനുമുള്ള നിർദ്ദേശവും ഒക്കെയുണ്ട്. ഇത്തരത്തിൽ നോക്കുമ്പോൾ പ്രവാസികളായിട്ടുള്ള ഒട്ടനവധി ആളുകളാണ് ഇത്തരത്തിൽ പല റിയൽ എസ്റ്റേറ്റ് പദ്ധതികളിൽ ഇടപെടുന്നത്, ഭൂമി വാങ്ങുന്നത്. പിന്നീട് പലപ്പോഴും പല പ്രവാസികൾ ഇത്തരത്തിൽ അവിടെ ഭൂമി വാങ്ങി വീട് വെച്ച ഒക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവർക്കൊക്കെ ഏറെ ആശ്വാസകരമാകുന്ന ഒരു നിർദ്ദേശം തന്നെ അല്ലെങ്കിൽ ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു.